ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് കുറച്ച് നാടൻ ഐറ്റംസാണ് കേട്ടോ കാണിക്കുന്നത്. അല്ലെങ്കിലും പൊതുവേ നമ്മുടെ പേജിൽ ഒരു ലഞ്ച് റെസിപ്പീസാണ് കേട്ടോ സാധാരണ ഞാൻ കാണിക്കുന്നത്. വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാം. അത് സാധാരണ നമ്മൾ നോർമലായിട്ട് വീട്ടിൽ തയ്യാറാക്കുന്ന രീതിയിൽ തയ്യാറാക്കുന്നതിൻ്റെ ഒരു റെസിപ്പി മാത്രമാണ് കേട്ടോ ഞാൻ കാണിച്ചു പോകുന്നത്. എന്നോട് കൂടുതൽ ആവശ്യപ്പെടുന്നതും അങ്ങനെയുള്ള വീഡിയോസ് മാത്രമാണ് കേട്ടോ. കുറേ പേരുടെ അടുത്ത് അങ്ങനെയാണ് ചോദിക്കുന്നത്. ലഞ്ച് റെസിപ്പീസ് നമ്മൾ സാധാരണ വീട്ടിൽ ചെയ്യുന്ന ലഞ്ച് റെസിപ്പീസ് കാണിക്കുമെന്ന് പറഞ്ഞ് ആവശ്യപ്പെടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് കേട്ടോ ഞാൻ ഒരു റെസിപ്പി തന്നെ അങ്ങനെ ഇട്ട് പോകുന്നത്. അപ്പോൾ എനിക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള നല്ല പച്ച ചീര കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് എൻ്റെ ഒരു വേരിക്ക് ഒന്ന് മുറിച്ച് കളഞ്ഞതിന് ശേഷം നല്ല രീതിയിൽ ഓരോ തണ്ട് വീതം എടുത്ത് സെപ്പറേറ്റ് തന്നെ ഒരു പാത്രത്തിൽ നിറയെ വെള്ളം എടുത്തിട്ട് ഞാൻ കഴുകി ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്, വെള്ളം കളഞ്ഞെടുത്തിട്ടുണ്ട്. അതിനുശേഷം അത് ചെറിയ ചെറിയ പീസായിട്ടൊന്ന് മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ചീരയൊക്കെ ഞാൻ അരിഞ്ഞൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ മരിച്ചിനെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അതും ചെറിയ പീസായിട്ടൊന്ന് മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതൊന്ന് കറി വയ്ക്കാൻ വേണ്ടിയിട്ടുണ്ട്. അതായത് നമ്മൾ തേങ്ങ കരച്ചിട്ട് സാധാരണ ഉടച്ചെടുക്കൂലേ, ആ ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ ഞാൻ തോരൻ വെക്കാനുള്ള ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഒന്ന് ചൂടാൻ വേണ്ടിയിട്ട്. പിന്നെ മരിച്ചിനെയും 1-2 തവണ ഒന്ന് കഴുകിയതിന് ശേഷം നിറയെ വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് വേവിക്കാനുണ്ടെന്ന് സ്റ്റൗവിലോട്ടൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ടേ. ആ ഒരു തോരൻ വെക്കാനുള്ള ചട്ടി കൊണ്ടുവരും നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഞാൻ വളരെ കുറച്ച് മാത്രം ലൈറ്റായിട്ട് ഓയിൽ മതിയായിട്ട് വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. കുറച്ച് എണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അരിഞ്ഞു വെച്ചിട്ടുള്ള ഒരു പച്ചച്ചീര ഫുള്ളായിട്ട് നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇതിനോടൊപ്പം തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കിത് അടച്ചു വെച്ചിട്ട് ഹൈ ഫ്ലെയിമിലോ അല്ലെങ്കിൽ മീഡിയം ടു ലോ ഫ്ലെയിം ആക്കിയിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കാം. വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. അതിൽ നിന്ന് തന്നെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് നന്നായിട്ടതൊന്ന് കുക്കായി കിട്ടിക്കോളും. അപ്പം മരിച്ചിരി ഒന്ന് ഏകദേശം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു ടൈമിൽ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ടൈമിൽ ഉപ്പ് ചേർക്കാം. അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു വെള്ളമൊക്കെ ഒന്ന് ഊറ്റി കളഞ്ഞതിന് ശേഷം ഉണ്ടല്ലോ നമ്മൾ ആ ഒരു തേങ്ങയുടെ കൂട്ടൊക്കെ ചേർക്കില്ല, ആ ഒരു ടൈമിൽ വെള്ളം അല്ലെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുത്താലും മതി. ഇപ്പം ഞാൻ കുറച്ച് ഉപ്പ് ഞാൻ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് വേവിച്ചിട്ട് ഒന്ന് ഊറ്റിക്കളാണ് ചെയ്യുന്നത്, ഒന്നും കൂടെ തിളപ്പിച്ചിട്ട്. പിന്നെ നമ്മുടെ ഒരു തോരനയ്ക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങയും ജീരകം, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, പച്ചമുളക് ഇത്രയും കൂടെ ഒന്ന് ചതച്ച് ഞാൻ വെക്കുന്നുണ്ട്. അപ്പോൾ ഒരു ചീരയൊക്കെ ഒന്ന് വെന്തൊന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഒതുങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്നിട്ട് ജസ്റ്റ് അടപ്പൊന്ന് മാറ്റിയതിന് ശേഷം നന്നായിട്ട് വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് ആ ഒരു അരപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാകും. നമ്മൾ നേരത്തെ ചതച്ച് വെച്ചില്ല ആ ഒരു തേങ്ങയുടെ കൂട്ട്, അതിൽ നിന്ന് കുറച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബാക്കി നമുക്ക് ആ ഒരു മരിച്ചിനിലേക്ക് ചേർക്കാൻ പറ്റുന്നുണ്ട്. എല്ലാം കൂടി ഒരുമിച്ച് ചതച്ചങ്ങ് വെച്ചത്. അപ്പോൾ ആ ഒരു തേങ്ങ കൂട്ട് ഇതിലേക്ക് ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ടെടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചെയ്താൽ മതി കേട്ടോ. ചീര ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട്, ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് ആ ഒരു തേങ്ങയുടെ ഒക്കെ ഒരു പച്ചക്കുത്തൊക്കെ മാറണമെങ്കിൽ കുറച്ച് ടൈം ഒന്ന് ഫ്ലെയിം കുറച്ചിട്ടൊന്ന് അടച്ചൊന്ന് മാറ്റി വെച്ചാലും മതി. അപ്പം ഇങ്ങനെ ഇളക്കി നോക്കുന്ന സമയത്ത് തേങ്ങ ചെറുതായിട്ട് കുറവുണ്ടായിരുന്നു. അപ്പം ഞാൻ വീണ്ടും കുറച്ചും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരുപാട് തേങ്ങ കൂടി പോകാനും പാടില്ല, എന്നാൽ കുറച്ച് കുറഞ്ഞിരിക്കാനും പാടില്ല. ഒരു പച്ചിലേക്ക് കറിയൊക്കെ ആകുമ്പോഴേ കുറച്ച് തേങ്ങ ഒന്ന് ഉള്ളതാണ് നല്ലതെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ആ ഒരു തേങ്ങയുടെ ആ ഒരു കൂട്ടും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് അടച്ചു വയ്ക്കുന്നുണ്ട്. അതൊന്നിരുന്ന് റെഡിയായി വരട്ടെ. അപ്പോൾ മരിച്ചിനി ഞാൻ വേവിച്ചത് ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ചതച്ച് മാറ്റി വെച്ചില്ലേ ആ ഒരു കൂട്ട്, ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചെടുക്കും കേട്ടോ. ആ ഒരു നല്ല ലൂസായിട്ടൊന്ന് ഉടച്ചൊന്ന് വെക്കുകയാണെന്നുണ്ടെങ്കിലേ തണുക്കുന്ന സമയത്ത് ഒന്നും കൂടെ ഒന്ന് തിക്കായി കിട്ടിക്കോളും. അതനുസരിച്ചിട്ട് വെള്ളം നമുക്ക് ഒഴിച്ചിട്ട് ഇത് അടച്ച് വെച്ചിട്ട് വീണ്ടും നന്നായിട്ട് നിന്ന് തിളപ്പിച്ചെടുക്കാം. പിന്നെ 1-2 തണ്ട് കറിവേപ്പിലയും കൂടെയൊക്കെ ചേർത്ത് കൊടുത്തിട്ടേ അടച്ചങ്ങ് വെക്കും. അതവിടെ ഇരുന്ന് റെഡി ആവട്ടെ. ആ ഒരു ടൈം കൊണ്ട് നമുക്ക് ഒരു ഫിഷ് ഫ്രൈക്ക് വേണ്ടിയുള്ള മാരിനേഷൻ ഒന്ന് തയ്യാറാക്കിയിട്ടെടുക്കാം. അപ്പോൾ ഒരു മിക്സി ജാറിലേക്ക് ഒരു 5-6 അല്ലി വെളുത്തുള്ളിയും ചെറിയൊരു പീസ് ഇഞ്ചി, പിന്നെ ഒരു 1/4 ടീസ്പൂണോളം മുഴുവൻ പെരിഞ്ജീരകം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ടീസ്പൂണോ അല്ലെങ്കിൽ 1/4 ടീസ്പൂണോ കുരുമുളക്. നമുക്ക് എരിവ് കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ചേർക്കാം കേട്ടോ. പിന്നെ 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1 തൊട്ട് 1.5 ടേബിൾ സ്പൂൺ വരെയൊക്കെ ആകാം കേട്ടോ. കാശ്മീരി പ്ലസ് നോർമൽ ചില്ലി പൗഡറാണ്. അല്ല ഇതൊരു 3 മുളക് കൂടെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. കാശ്മീരി ഉണ്ട്, നോർമലും ഉണ്ട്, പിരിയനുണ്ട്. അപ്പോൾ 3 മുളകും കൂടെ പൊടിച്ച് വെച്ചാണ്. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം തന്നെ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ 1-2 തണ്ട് കറിവേപ്പിലയും കൂടെ ഒക്കെ ചേർത്ത് കൊടുത്തിട്ട് ഇതിലാവശ്യമുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം, അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഒരു 8-10 പീസോളം മീനുണ്ട് കേട്ടോ. ആ ഒരു കുട്ടിച്ചൂരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്, നമുക്കിത് കിട്ടിയിട്ടുള്ളത്. എനിക്കിഷ്ടമാണ് കേട്ടോ ഈ ഒരു മീൻ.
ചില ആൾക്കാർ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല ഈ ഒരു മീനിൻ്റെ ടേസ്റ്റ്. പക്ഷേ ഈ മീൻ എനിക്കിഷ്ടമാണ്. നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനുമായിരുന്നു. അപ്പോൾ അതാ ആ ഒരു മസാല കൂട്ടി ഞാൻ കുറച്ചും കൂടെ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ടേ. ആദ്യം വെള്ളം ഒഴിക്കാതെ അരച്ചപ്പോൾ നന്നായിട്ട് അങ്ങ് അരിഞ്ഞ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് വെള്ളത്തിന് പകരമായിട്ട് കുറച്ച് എണ്ണയും വിനാഗിരിയും കൂടെ ഒഴിച്ചിട്ടൊന്ന് അരച്ചെടുത്താലും നല്ലതാണ് കേട്ടോ. അപ്പം ആ ഒരു മസാല നന്നായിട്ട് പെട്ടെന്ന് പിടിച്ച് കിട്ടുകയും ചെയ്യും. നമുക്കിതിൽ വേണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് വിനാഗിരിയും കൊണ്ടൊക്കെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ആ ഒരു മസാലയൊക്കെ നന്നായിട്ട് ഇതിലൊന്ന് തേച്ചൊന്ന് പിടിപ്പിച്ചിട്ടൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയം കൊണ്ടേ നന്നായിട്ട് ഇതൊന്ന് മസാലയൊക്കെ ഒന്ന് പിടിച്ച് കിട്ടിക്കോളും. മീനൊക്കെ ഒന്ന് പുരട്ടി ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനിടയ്ക്ക് ആ ഒരു തോരനും മരിച്ചിനിയൊക്കെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഞാൻ അടപ്പൊക്കെ ഒന്ന് മാറ്റിയിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചിട്ടെടുക്കാം. അവസാനം ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടാണ് കേട്ടോ ഫ്ലെയിം ഓഫ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പച്ചച്ചീരത്തോരൻ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ടേ. ആ ഒരു മരിച്ചിനി നല്ല രീതിയിൽ തന്നെ ഒന്ന് ഉടച്ചൊന്ന് എടുത്തിട്ടുണ്ട്. ഇനി ഒരു മീൻ കറിയാണ് കേട്ടോ ഞാൻ തയ്യാറാക്കി എടുക്കുന്നത്. ഒരു കപ്പോളം തേങ്ങ ചിരകി ഇതിലോട്ട് 10-12 ചെറിയ ഉള്ളിയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1.5 തൊട്ട് 2 ടേബിൾ സ്പൂൺ വരെയൊക്കെ മുളക് പൊടിയാണ്. ഒരു 3 ടൈപ്പ് മുളകും കൂടെ കഴുകി ഉണക്കി പൊടിച്ച് വെച്ചിട്ടുള്ള മുളക് പൊടിയാണ് കേട്ടോ. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വെള്ളം ഒഴിച്ചൊന്ന് അരച്ചെന്നെടുക്കാം. പിന്നെ ഇതാ നമ്മൾ ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ള മീനാണ്. ആ ഒരു കുട്ടിച്ചൂരനാണ് കേട്ടോ. കുറച്ച് പീസും എൻ്റെ തലയും അങ്ങനെയൊക്കെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുള്ള അരപ്പും പിന്നെ ഒരു തക്കാളി 1-2 തണ്ട് കറിവേപ്പിലയും പിന്നെ 2 തൊണ്ടൻ മുളകും സാധാരണ പച്ചമുളകൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ആ ഒരു അരപ്പും പിന്നെ കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർക്കുന്നത് പുളിവെള്ളമാണ്. ചെറിയൊരു നാരങ്ങ വലുപ്പത്തിന് പുളി ഒന്ന് എടുത്തിട്ട് ഒന്ന് വെള്ളം ഒഴിച്ചൊന്ന് സോക്ക് ചെയ്ത് വെച്ചതാണ്. അതും കൂടെ ഒന്ന് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം. നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനാണെങ്കിൽ മാത്രം ഇങ്ങനെ കറി വെച്ചാൽ മതി. ആ ഒരു കറിക്ക് ഒരു പ്രത്യേക മണവും രുചിയൊക്കെ തന്നെയാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. ഫ്രഷ് അല്ലാത്ത മീൻ ഒരിക്കലും നമ്മൾ തേങ്ങ പച്ചരച്ചിട്ട് വെക്കരുത്. അതിന് അത്ര ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. പിന്നെ ആ കറിക്കെല്ലാം ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് കൈ കൊണ്ടൊന്ന് ഇളക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യും. അല്ലെങ്കിൽ ഒന്ന് സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് സ്റ്റവിലോട്ട് വെച്ചിട്ടൊന്ന് ഒരു 12 തൊട്ട് 13-14 മിനിറ്റ് വരെയൊക്കെ ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതിയാകും. നമ്മൾ വെള്ളം നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ അവസാനം ഞാൻ ഇതിലേക്കുണ്ടല്ലോ ഒരു 1/4 ടീസ്പൂണോളം ഉലുവ വറുത്ത് പൊടിച്ച് വെച്ചതാണ്. അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടെല്ലാം കൂടെ ഒന്ന് ജസ്റ്റ് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനൊരു പ്രത്യേക ടേസ്റ്റാണല്ലോ. അപ്പോൾ അതെല്ലാം കൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് അടച്ചൊന്ന് വെച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് റെഡി വരട്ടെ. ഒരു 12 തൊട്ട് 14 മിനിറ്റ് വരെയൊക്കെ മതി കേട്ടോ. തിളപ്പിച്ചാൽ മതിയേ. വലിയ സൈസുള്ള മീനല്ലല്ലോ ഇത്. പെട്ടെന്ന് റെഡിയായി കിട്ടിക്കോളും. പിന്നെ ഒരു മീനിൻ്റെ ഒരു ഫ്ലേവറും ടേസ്റ്റൊക്കെ കറിയിലോട്ട് ഇറങ്ങണം. അതിനനുസരിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചൊന്ന് വേവിച്ചെടുക്കാം. ഈ ഒരു മീനുണ്ടല്ലോ നമ്മൾ തേങ്ങ വറുത്തിരിച്ചിട്ട് വെക്കാനും നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ പുളിമുളകും വെക്കുമല്ലോ കറി, അങ്ങനെ വെക്കാനും നല്ലതാണ് കേട്ടോ ഈ ഒരു മീൻ. പിന്നെ ഞാൻ ഇവിടെ പച്ചരച്ചിട്ടാണ് വെച്ചിട്ടുള്ളത്. അങ്ങനെ വെക്കാൻ കുഴപ്പമില്ല. ഓക്കെയാണ് എന്തായാലും ടേസ്റ്റ് ഓക്കെയാണേ. അപ്പോൾ കറിയൊക്കെ ഒന്ന് തിളച്ച് പാകമായിട്ട് വന്നിട്ടുണ്ടേ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ അവസാനം വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. എനിക്കൊരു മീൻ കറിയിൽ അങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നതിനോട് വലിയ താല്പര്യമില്ല. നമ്മൾ ഈ ഒരു മീനിനെ ഫ്രൈ ആക്കുമല്ലോ, സാധാരണ ഫ്രൈ ആക്കുന്ന സമയത്ത് അതിൽ നിന്ന് കുറച്ച് എണ്ണ നമ്മൾ എടുത്തിട്ട് ഇതിൽ ഞാൻ ഒഴിച്ചു കൊടുക്കും കേട്ടോ. ആ ഒരു ടേസ്റ്റ് എനിക്ക് ഓക്കെയാണേ. പച്ച വെളിച്ചെണ്ണ ഒഴിക്കുന്നതിനേക്കാളും ആ ഒരു എണ്ണ കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരു കറിക്ക് ഒന്നും കൂടെ ഒന്ന് ഫ്ലേവർ ആയിരിക്കും. നല്ല മണവും അതുപോലെ തന്നെ ടേസ്റ്റും ഒക്കെ ആയിരിക്കും. പിന്നെ എന്താ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ആ ഒരു മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മീൻ മൊത്തത്തിലങ്ങ് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് 2 സൈഡും ഒരുപോലെ ഒന്ന് ഫ്രൈ ആക്കിയിട്ടെടുക്കാം. ഇനി നമുക്ക് ഇതൊരു സ്പെഷ്യൽ ഫിഷ് ഫ്രൈ ആണേ. അതുകൊണ്ട് കുറച്ച് കാര്യങ്ങളും കൂടെ നമ്മളിതിൽ ചെയ്യാനുണ്ട്. അപ്പോൾ എണ്ണ നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം ആ ഒരു പീസസൊക്കെ നമുക്കിതിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കാം. ഒരു സൈഡൊന്നായി വന്ന സമയത്ത് ഞാനത് തിരിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. 2 സൈഡും നമുക്ക് ഒരുപോലെ തന്നെ ഒന്ന് ഫ്രൈ ആക്കിയിട്ടെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു മസാല നമ്മൾ അരച്ച് നമ്മൾ പുരട്ടിയതുകൊണ്ട് കുറച്ച് മസാല ബാക്കി വരും. അതവിടെ വെച്ചിരിക്കാം കേട്ടോ. നമുക്കത് അവസാനം ആവശ്യമുണ്ട്. അതുകൊണ്ട് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് ബാക്കി ഈ ഒരു ഫിഷ് ഒന്ന് ആദ്യം ഫ്രൈ ആക്കിയിട്ടൊന്നെടുക്കാം. നമ്മൾ ഓവറായിട്ട് അങ്ങ് മൊരിച്ചങ്ങ് എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് കുക്കാവണം. കുക്കാക്കിയതിന് ശേഷം എണ്ണയിൽ നമുക്ക് മാറ്റിയാൽ മതിയാകും. അതൊന്ന് റെഡിയായി വരട്ടെ. രണ്ട് സൈഡും ഒരുപോലെ ഒന്ന് ഫ്രൈ ആയി വരാൻ വേണ്ടിയിട്ട് ഞാൻ തിരിച്ച് മറിച്ചൊക്കെ ഒന്ന് വെച്ചെടുക്കുന്നതാണേ. ഫ്ലെയിം കുറച്ച് വെച്ചിട്ടാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത്. ഓവർ ഫ്ലെയിമിൽ നമ്മളിത് റെഡിയാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ മീനൊന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് മാറ്റാം. ആ ഒരു പാനിൽ നിന്ന് മാറ്റി വയ്ക്കാം. ഇതിപ്പോൾ ഒട്ടും തന്നെ എണ്ണയില്ല കേട്ടോ. ഇനി നമ്മളിതിലേക്ക് കുറച്ചും കൂടെ എണ്ണ ഒഴിച്ച് കൊടുക്കേണ്ടി വരും.
നമുക്ക് ആദ്യം ഫ്രൈ ആയിട്ടുള്ള മീനൊക്കെ ഒന്ന് എടുത്ത് മാറ്റി. അപ്പോൾ അതിൽ എണ്ണ ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ സാധാരണ ഫ്രൈ ആക്കുന്ന സമയത്ത് എണ്ണ ബാക്കി വരികയാണെന്നുണ്ടെങ്കിൽ അതിൽ നമ്മളിനി ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തെടുത്താലും മതി കേട്ടോ. വേറെ എക്സ്ട്രാ ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ ഒട്ടും തന്നെ എണ്ണ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ എണ്ണ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ മസാല പുരട്ടിയ ആ ഒരു മസാല ഉണ്ടല്ലോ, കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അത് ഞാൻ ഒരു എണ്ണയിലേക്കൊന്ന് വെച്ചെടുക്കുന്നുണ്ട്. നമുക്ക് ആദ്യം ആ ഒരു മസാല നന്നായിട്ടൊന്ന് എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അതിൻ്റെ ഒരു പച്ചച്ചുവയൊക്കെ നന്നായിട്ടൊന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് 2-3 മിനിറ്റ് ഒന്ന് വഴിച്ചെടുത്താൽ മതിയാകും. അതിൻ്റെ ഒരു സ്മെല്ല് നല്ല രീതിയിലൊന്ന് പോട്ടെ. അതിനുശേഷം നമുക്ക് ആ ഒരു സെയിം പാത്രത്തിലേക്ക് തന്നെ ഒരു മസാല പുരട്ടിച്ച ഒരു പാത്രത്തിലേക്ക് തന്നെ കുറച്ച് തേങ്ങ, ചെറിയൊരു കൈപ്പിടി തേങ്ങ ചേർത്ത് കൊടുത്തിട്ട് ഒരു മസാല ഒട്ടും തന്നെ കളയാത്ത രീതിയിൽ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. തേങ്ങയിലിട്ടിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. എന്നിട്ട് ആ ഒരു തേങ്ങയുടെ കൂട്ടും കൂടെ നമുക്കിനി അതിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കാം. എന്നിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് മൊരിച്ചെടുക്കണം. ആ ഒരു തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. അതായത് ഒന്ന് ലൈറ്റായിട്ടൊന്ന് റോസ്റ്റ് ആയി വരണം. അതാണ് എൻ്റെ ഒരു പാകം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു മസാലയും ആ ഒരു തേങ്ങയെല്ലാം നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരട്ടെ. അതുവരെ നമുക്കിതുപോലൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. വീണ്ടും എണ്ണ കുറവായതുകൊണ്ട് ഞാൻ വീണ്ടും കുറച്ചും കൂടെയൊക്കെ ഒന്ന് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത്. കറിയൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട്, കറി വയ്ക്കാനും ഫ്രൈ ആക്കാനൊക്കെ ആയിരുന്നാലും വെളിച്ചെണ്ണ തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതാ വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. അപ്പോൾ അതാ ആ ഒരു തേങ്ങയുടെ കൂട്ട് കണ്ട ഇതുപോലൊന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി വേണം നമ്മളിതിലേക്ക് നേരത്തെ ഫ്രൈ ആക്കി മാറ്റി വെച്ചിട്ടുള്ള ഒരു ഫിഷ് ഫ്രൈ നമുക്കിതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആ ഒരു തേങ്ങയുടെ ഒരു കൂട്ടും മീനും എല്ലാം കൂടെ ഒന്ന് യോജിച്ച് വരണം. അപ്പോൾ അതനുസരിച്ചിട്ട് മീനൊന്നും പൊട്ടിപ്പോക്കാത്ത രീതിയിൽ തിരിച്ച് മറിച്ച് കെട്ട് ആ ഒരു തേങ്ങയുടെ കൂട്ടൊക്കെ മുകളിലോട്ട് മീനിൻ്റെ ഒരു പുറത്തോട്ടൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് നമുക്ക് റെഡിയാക്കിയിട്ടൊന്ന് എടുക്കാം. ഈ ഒരു മീനിങ്ങനെ പൊരിച്ച് നമ്മൾ കഴിക്കുമ്പോഴേ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. നമ്മൾ സാധാരണ ഫ്രൈ ആക്കുന്നതിന് ചെറിയൊരു വ്യത്യാസമൊക്കെ ആയിട്ട് നമ്മൾ ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ അത് മീൻ കറിയും തിളച്ച് റെഡിയായി എണ്ണയൊക്കെ തെളിഞ്ഞൊന്ന് വന്നിട്ടുണ്ട്. നമ്മൾ എണ്ണ ഒന്നും ഒഴിച്ചിട്ടില്ല, മീൻ പൊരിച്ച എണ്ണ ഒന്നും ഒഴിച്ചിട്ടില്ല, അല്ലാതെ വെളിച്ചെണ്ണ ഒന്നും ഒഴിച്ചിട്ടില്ല. ജസ്റ്റ് അതിൽ നിന്ന് വന്നിട്ടുള്ള ഒരു എണ്ണമയമാണ് കേട്ടോ. കറി റെഡി ആയിട്ടുണ്ട്. ഫിഷ് ഫ്രൈയും ഇതാ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ആ ഒരു തേങ്ങയുടെ കൂട്ടുണ്ട് അതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ അങ്ങ് വെച്ച് കൊടുക്കാം. ചിലപ്പം പറ്റി പിടിച്ചിരിക്കും, കുറച്ചൊക്കെ ഇങ്ങനെ ഇളകിപ്പോകും കേട്ടോ. ആ ഒരു പാകത്തിനാണേ, അത് വിഷയമാക്കണ്ട. പക്ഷെ ആ ഒരു പൊരി വെച്ചിട്ട് തന്നെ നമ്മൾ വെറുതെ ഇങ്ങനെ പുട്ടിൻ്റെ കൂടെ കഴിക്കാനൊക്കെ സൂപ്പറാണ്. പുട്ടിൻ്റെ ചോറിന് നമ്മളിട്ട് കുഴച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കുഴച്ചിങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കതൊന്ന് മാറ്റാം, പാനിൽ നിന്ന് മാറ്റാം കേട്ടോ. റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇനി അത് ഓവറോടെ ഒരു പാനിലേക്ക് ഇട്ടിരിക്കേണ്ട ആവശ്യമില്ല. ഫിഷ് ഫ്രൈ റെഡിയാക്കി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ലഞ്ചും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതാ ഒരു പാത്രത്തിലോട്ട് മട്ടയരി ചോറാണ് കേട്ടോ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ കുറേ നാളെ നമ്മൾ വെള്ളയരി ചോറ് വെച്ചിട്ട് എന്തായാലും ഇനി അടുത്ത പ്രാവശ്യം സാധനമൊക്കെ വാങ്ങിക്കാൻ പോകുന്ന സമയത്തെ വെള്ളയരി വാങ്ങിക്കണം. കുറേ നാളെ വെള്ളയരി കഴിച്ചിട്ട്. അപ്പോൾ ഇതാ എന്നത്തെയും പോലെ തന്നെ എന്നും മട്ടയരി ചോറാണ്. പിന്നെ ഇതാ മരിച്ചിനി വേവിച്ച് ഉടച്ചത്, ഒരു പച്ചച്ചീര തോരനും തേങ്ങാപ്പൊരി, മീൻ പൊരിച്ചത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരു മീൻ ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ട് 1-2 പ്രാവശ്യം ഇതിൻ്റെ റെസിപ്പി. എന്നാലും ചില സമയത്ത് ചെയ്യുമ്പം അങ്ങനെ വീഡിയോ എടുക്കുന്നു കാണിക്കുന്നതേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇതാ ഒരു മീൻ കറി നല്ല ടേസ്റ്റും ഫ്ലേവറൊക്കെ ഉണ്ടായിരുന്നു. സാധാരണ ഈ ഒരു കുട്ടിച്ചൂരൻ മീൻ അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല അതിൻ്റെ ഒരു ടേസ്റ്റും ഫ്ലേവറൊക്കെ. പക്ഷേ എനിക്കിഷ്ടമാണ്. വീട്ടിൽ അന്ന് കുട്ടികളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു, അവർക്ക് ഓക്കെ ആയിരുന്നു കേട്ടോ. അവർക്ക് നന്നായിട്ട് തന്നെ ഇഷ്ടപ്പെടുകയും ചെയ്തു. അപ്പോൾ എന്തായിരുന്നാലും തന്നെ നാടനായിട്ടുള്ള ഒരു ഊണിത അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കുഞ്ഞ് റെസിപ്പിയും വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഇതിനൊരു ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്ത് നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യൂ. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും